വന്ദേമാതരം പ്രശ്നം. 140 കോടി ഭാരതീയർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ അദ്ദേഹം 6 രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് നിരവധി സുപ്രധാന ചർച്ചകളും മറ്റുമൊക്കെ നടത്തി കരാറുകൾക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോർവേയിലൊക്കെ പോയതും ഒക്കെ അതിന്റെ കൂടെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. സാറ് അങ്ങ് എങ്ങനെ കാണുന്നു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 6 രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തും? ഈ ആദ്യം ഈ വിസിറ്റ് നടത്തി പ്രശാന്ത, ഞാനും ഒരു 2-3 ദിവസം സാധാരണ നമ്മുടെ മോഡിജി വെളിയിലൊക്കെ പോകില്ലേ, അതുപോലുള്ള ട്രേഡ് പാക്ടിങ്ങിന് അത്രയും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ 1-2 കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഐ വാസ് ഷെൽ ഷോക്ക്, ഞെട്ടിപ്പോയി. കാരണം അത് പ്ലേ ഡൗൺ ചെയ്തു. നമ്മുടെ മീഡിയ ഒന്നും പറഞ്ഞിട്ടില്ല, കാര്യം അവർക്ക് കിട്ടിയില്ല. അത് പ്ലേ ഡൗൺ ചെയ്തു ആ കാര്യം. നമ്മള് UAE പോയി, ഇറ്റലി പോയി, UAE പോയപ്പോ അവിടുന്ന് കിട്ടിയ പെട്ടെന്ന് ഓടിച്ചു പറയണമെങ്കിൽ 50 മില്യൺ ടൺ 50 മില്യൺ ടൺ ക്രൂഡ് ഓയിൽ ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് UAE-യുടെ, നമ്മുടെ അല്ല. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മുടെ കരുതൽ ശേഖരത്തിന്റെ കൂടെ ഇതെടുത്ത് ഉപയോഗിക്കാം. അതാണ് അതിന്റെ കൂടെ ഇപ്പൊ അദ്ദേഹം പോയപ്പോ 30 മില്യൺ ക്രൂഡ് ഓയിലും കൂടെ സ്റ്റോർ ചെയ്യാനുള്ള കരാറായി. പിന്നെ UAE-യുടെ എയർ ഡിഫൻസ് മെക്കാനിസം ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും കയ്യിലാണ്. ജഗതി കിലുക്കത്തിൽ പറഞ്ഞ അടിച്ച് പിരിഞ്ചാച്ച് സൗദിയും UAE ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ പാകിസ്ഥാൻ അവിടെ ഇറക്കിയതോടെ UAE കംപ്ലീറ്റ് അങ്ങ് തിരിഞ്ഞു. അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, ഇപ്പൊ പറയുന്നില്ല. അപ്പം UAE നമ്മ സിമന്റ് ഊട്ടി ഉറപ്പിക്കാൻ പോയതാണ്. UAE ഒരു കോൺക്രീറ്റ് ഇടാൻ പോയതാണ് ബന്ധം. അപ്പൊ ഇതൊരു വലിയ കാര്യമാണ്. 80 മില്യൺ ടൺ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യുന്നത് അവരുടെയും കൂടെയാണ്. ഇപ്പൊ ഇന്ത്യയിൽ മിസൈൽ ഇടാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴാണെങ്കിലും അവിടെ മിസൈൽ ഇടാം. ഇറാനോ ഈവൻ സൗദിയോ, അതപ്പോ കണ്ടില്ലേ ന്യൂക്ലിയർ റിയാക്ടർ UAE-യുടെ മറ്റേ ഇറാഖ് ഒഴിയും. അത് വിട്ടത് USA ആണെന്ന് പലരും പറയുന്നു. ശരിയായിരിക്കാം, അല്ലായിരിക്കാം. അവരിത് നേരത്തെ ചെയ്തിട്ടുണ്ട്. പല സ്ഫോടനാത്മകമായ സ്ഥലങ്ങളില് ഇവര് ഉദാഹരണം സറയാവോ, ബോസ്നിയയുടെ ക്യാപിറ്റൽ, ഒരു വലിയൊരു സെർബുമായിട്ടുള്ള അടി വന്നപ്പോ ഞാൻ അത് പോയി ഞാൻ കണ്ടു. ആ സെന്റർ ഒരു വലിയ ഷോപ്പിംഗ് മാൾ, നമ്മുടെ ലുലു മാൾ പോലുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നു. അത് മൊത്തം തകർന്നുപോയി. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അന്ത്യശാസനം കൊടുത്തു സെർബിന്റെ അടുത്ത്, ഇനി നിങ്ങൾ ഇവിടെ മിസൈൽ ഇട്ടാൽ, ബോസ്നിയയിൽ സറയാവോ മിസൈൽ ഇട്ടാൽ നിങ്ങളെ റെഡിയാക്കുന്നു. അപ്പൊ സെർബുകള് ഇടണ്ടാന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ടില്ലായിരുന്നു. റഷ്യയൊന്നും ഇല്ല, റഷ്യ ഡിസ്ഇന്റഗ്രേറ്റഡ് ആയിപ്പോയി. അപ്പൊ ആർക്കും സപ്പോർട്ടില്ലാതെ അവര് പേടിച്ച് മിണ്ടായിരുന്നു. അപ്പൊ കാണൊരു വലിയൊരു മിസൈൽ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ സെർബ് ഇട്ടാണെന്ന് പറഞ്ഞ് അടിച്ച് തിരിച്ചടിച്ച് സെർബുകളെ. പിന്നെ എന്നാലും അതാണല്ലോ മിലോസെവിച്ചിനെ തൂക്കിക്കുന്നതൊക്കെ ബാക്കി ചരിത്രം. അപ്പൊ അതേപോലെ USA പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ UAE എടുത്തോളഞ്ഞ് ഇറാനാണോ? അപ്പൊ UAE ആണെങ്കിൽ ഇറാനെ അടിക്കട്ടെ. പക്ഷെ ഇന്ത്യക്കാർ ഇസ്രയേലിനോട് ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്താണ്, എങ്ങനെയാണ്, എന്തെന്നാണ് പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല. അപ്പൊ അതാണ് പറയുന്നത്. ഈ അവർക്ക് ഇറാഖ് വഴിയാണോ, ഇറാഖിൽ ഒരു ബേസിൽ നിന്നാണ് സൗദിയുടെ മോളിൽ കൂടെ ആണ് അത് സൗദി ജയിപ്പിച്ചിരിക്കാം. അതിന് സാധ്യത. USA ജയിപ്പിച്ചിരിക്കാം. ഇറാൻ തേർഡേ ഉള്ളൂ. ഇറാൻ ഇപ്പൊ ചെയ്യില്ല, അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനും പിടിക്കാനും ഒക്കെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറ്റലിയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇറ്റലി മറ്റേ ഹെലികോപ്റ്റർ അതൊക്കെ തരാൻ നമുക്ക് വേറെ രാഷ്ട്രങ്ങളുണ്ട്, പല രാഷ്ട്രങ്ങളുണ്ട്. പക്ഷെ ഇറ്റലി യൂറോപ്പിലെ യൂറോപ്യൻ യൂണിയനിലെ മൂന്നാമത്തെ പവറാണ്, എക്കണോമിക് പവറാണ്.
ഫസ്റ്റ് ഈസ് ജർമ്മനി, ജർമ്മനി, സെക്കൻഡ് ഈസ് ഫ്രാൻസ്, ഫ്രാൻസ്, തേർഡ് ഈസ് ഇറ്റലി, നോട്ട് UK. എക്കണോമിക് പവർ അവർക്ക് കൂടുതലാണ്, പക്ഷെ ഇവർക്ക് ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻ, ഒരുപാട് ഡിഫൻസ്. പണ്ടേ ഇറ്റലി ഒരു പവറാണ്, പിന്നെ എക്കോണമി നല്ല ഇതായിട്ട് വരികയാണ്. അവർ തേർഡ് എക്കോണമിയാണ്, ലാർജസ്റ്റ് എക്കോണമിയാണ് അതായത് യൂറോപ്യൻ യൂണിയനിൽ. അപ്പൊ ഈ ഇറ്റലി ആയിട്ട് നമുക്ക് ഒരു സ്ട്രോങ് ബോണ്ടേജ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചു, സിമെന്റ് ഇട്ടു. അല്ലെ മറ്റേ മെലോണിക്ക് മെലഡി കൊടുത്തെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഐമക് ഉണ്ട്. ഐമക്കിന് ഇപ്പം സിഗ്നിഫിക്കൻസ് കൂടി. ഐമക് എന്ന് പറഞ്ഞാൽ ബോംബെ എന്നോ ഗുജറാത്തിൽ നിന്നോ ഒരു കപ്പലിന്റെ സാധനം കയറിയ നേരെ യൂറോപ്പിലെത്തും. സൂയസ് കനാൽ ബൈപ്പാസ് ചെയ്ത്, ഹോർമസ് സ്ട്രൈറ്റ്, സൂയസ് കനാൽ ഇതെല്ലാം ബൈപ്പാസ് ചെയ്ത് നേരെ യൂറോപ്യൻ സൗദി വഴിയാണ്. പിന്നെ സൗദി ഒഴിവാക്കി വേറെ വഴി നോക്കുന്നുണ്ട്. പക്ഷെ UAE അതിലൊരു പ്രധാനപ്പെട്ട ഇതാണ്. ഇവിടുന്ന് കപ്പല്, പിന്നെ ട്രെയിന്, പിന്നെ വീണ്ടും കപ്പല് നേരെ ഗ്രീസിലും ഇറ്റലിയിലും എത്തും. അപ്പൊ യൂറോപ്പില് ഈ സൂയസ് കനാൽ വഴിയും ഹോർമസ് സ്ട്രൈറ്റ് വഴിയൊക്കെ പോയി ഒരുപാട് താമസിക്കും. അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യ യൂറോപ്യനായിട്ടുള്ള ട്രേഡാണ് ഐമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡോ മെഡിറ്ററേനിയൻ എക്കണോമിക് കോറിഡോർ അങ്ങനെ എന്തോ ആണ് ഐമക്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ സംസാരിക്കാനും, പിന്നെ കുറച്ച് ഹെലികോപ്റ്റർ ടെക്നോളജി ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ അത് വെച്ചിട്ട് ഹെലികോപ്റ്റർ ഭയങ്കര വിദഗ്ധന്മാരാണ് ഇറ്റലി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് എന്റെ കാഴ്ചപ്പാടില്ല, അതൊന്നും അല്ല. ഞാൻ ലാസ്റ്റ് പറയാം ഇതിലെ കിടിലം എന്തോന്നാണ്. അത് കഴിഞ്ഞ് നോർവേയിൽ പോയി. നോർവേയിൽ ഏതോ ഒരു വായി നോക്കി പെണ്ണ് എന്തോന്നോ പറഞ്ഞു എന്നുള്ളത്. അതൊന്നും നമ്മളതൊന്നും മോഡിജി അതൊന്നും കേട്ടില്ല. അത് പാകിസ്ഥാനും പിന്നെ USA ആരോ പ്ലാൻ ചെയ്തതോ. ഇന്ത്യയിലെ ചിലർ പ്ലാൻ ചെയ്തതാണെന്നും പറയുന്നുണ്ട്. അല്ല, അത് ഇന്ത്യയിലുള്ളവർ വിചാരിച്ചാൽ മാത്രം പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇവരും കൂടെ വിചാരിക്കും. അവിടുന്ന് സഹായം വേണം. അവിടുന്ന് സഹായം വേണം. ഇന്ത്യയിലുള്ളവർ മാത്രം വിചാരിച്ചു സോറോസ് പോലെയുള്ളവന്മാരവിടെ വേണം. അപ്പൊ അതങ്ങനെ അത് മനസ്സിലായി, നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി. നമ്മുടെ ചാണക്യന്റെ രാജ്യത്തെന്നുള്ളവരാണ്. അപ്പൊ ഇതുപോലുള്ള അർത്ഥഗർഭമായ മൗനം പാലിക്കുക, എന്നിട്ട് പിന്നെ പണിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പാവപ്പെട്ട അജ്ഞാതൻ ഞാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ പുൽവാമ അറ്റാക്കിൽ. ഒരു പാവപ്പെട്ടാനായിരുന്നു. അപ്പൊ അതേപോലെ നമുക്കറിഞ്ഞൂടല്ലോ ഇവന്മാരൊക്കെ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ അതേപോലെ നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല. നോർവേ ഗവൺമെന്റ് കുറെ എക്കണോമിക് ഗ്രീൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു ഈ ഷിപ്പ് ബിൽഡിങ്, നോർവീജിയൻ ഷിപ്പ് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു. എല്ലാരും വിചാരിച്ച് നേരെ തിരിച്ചാണ്. അങ്ങനെ നോർവീജിയൻ അവർക്ക് ആളില്ല, ടെക്നോളജി ഉണ്ട്, വർക്ക് ഫോഴ്സ് ഇല്ല. അവർക്ക് പോപ്പുലേഷൻ ഡിൻഡ്ലിംഗ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ പ്രശ്നം ആർമിയിൽ കോൺസ്ക്രിപ്റ്റ് ചെയ്യാൻ ആളില്ല, ആരും വരുന്നില്ല. പിന്നെ ഇംഗ്ലണ്ട് റഷ്യ നോക്കി പേടിപ്പിച്ച റഷ്യ പേടിക്കൂ, ആളില്ല. 45 വയസ്സിന് തൊട്ട് മുകളിലോട്ടുള്ളവരാണ് അവിടുത്തെ ആർമിയിൽ UK ഇല്ല. ചെറുപ്പക്കാർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളത് ഇവിടെയാണ്. 27 വയസ്സ് 25 വയസ്സ്. അപ്പൊ അതുകൊണ്ട് ആ ഷിപ്പ് ബിൽഡിംഗ് അതൊരു വലിയ നോർവേക്ക് വേണ്ടി നമ്മൾ ഷിപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ കുറച്ച് എക്കണോമിക് ട്രേഡ്. അത് കഴിഞ്ഞ് സ്വീഡനിൽ പോയി. പിന്നെ ഇറ്റലിയുടെ ഒരു കാര്യം നമ്മൾ മറന്നുപോയത്, ഈ എപ്പോഴൊരു രാജ്യത്തിന്റെ പേര് പറയുമ്പം അവരുടെ ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഫെറാറി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാറാണ് ഫെറാറി. അവരുടെ ഇനി ടെക്നോളജി ഇനി ഒന്നും പറയണ്ടല്ലോ. അപ്പൊ ആ രാജ്യമാണ് ഇറ്റലി. അത് കഴിഞ്ഞ് സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്ന വോൾവോ അവരുടെ പ്ലെയിൻ ഗ്രിപ്പൻ. പിന്നെ ഒരു 150 വർഷം മുമ്പ് റഷ്യയെക്കാളും വലിയ പവറായിരുന്നു സ്വീഡൻ, മിലിറ്ററി പവറായിരുന്നു. അവര് തലയുള്ളവരാണ് സ്വീഡിഷ്. പിന്നെ ലോകത്തിലെ വളരെ ബുദ്ധിമാന്മാരാണ്. അപ്പൊ അവരുടെ അതുകൊണ്ടല്ലേ ഈ വോൾവോ തോപ്പിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? വോൾവോ അല്ലാതെ പിന്നെ ബോഫോഴ്സ്. അതിന്റെ കോൺട്രവേഴ്സി വന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗണ്ണാണ് ബോഫോഴ്സ്.
ഇപ്പോഴും ആ ബോഫോഴ്സ് ടെക്നോളജിയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ യുദ്ധത്തിലും കേട്ടല്ലോ സംഭാവന വളരെ വലുതായിരുന്നു. ഹോവിറ്റ്സർ ഗണ്ണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി സ്വീഡന്റെ. അത് നമ്മൾ ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവരുടെ ലൈസൻസോടെ. അപ്പൊ അതങ്ങനെ. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഒരു രാജ്യം പോയത് മോഡിജി വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല. അത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ചൈനയും പിന്നെ ഈവൻ USA-യും റഷ്യയും എല്ലാം ഷോ. പിന്നെ വേറെ ഇവരെല്ലാം റഷ്യക്ക് അഗൻസ്റ്റാണ്. റഷ്യ നമ്മുടെ ഫ്രണ്ടാണ്. പക്ഷെ എന്നും പറഞ്ഞ റഷ്യ പിന്നെ ചൈന തോളി കൈയിടണം. നമ്മുടെ അത്രയല്ലേ ചൈന. അപ്പൊ അതുപോലെ അത് നമുക്കും ആകാം. അപ്പൊ നമ്മൾ പോയി സ്വീഡനും പിന്നെ ഈ സ്വീഡൻ ഭയങ്കര ശത്രുവാണ് നോർവേയായിട്ട്. അവർക്ക് ബോർഡറും ഒക്കെ ഉള്ളതാണ് നോർവേക്ക്. റഷ്യയായിട്ട് ഭയങ്കര ശത്രുതയാണ്. നമുക്കതറിയേണ്ട കാര്യം ശത്രുമിത്രം. അതാണ് നമ്മുടെ ഒരു പോളിസി. അങ്ങനെ പലതും ഒക്കെ കാണാം. അപ്പം നമ്മള് സ്വീഡനും കഴിഞ്ഞ് നമ്മള് നെതർലാൻഡ്സിൽ പോയി. ഞാൻ ക്രമം തെറ്റിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോയത്. നെതർലാൻഡ്സിൽ UAE നേരെ പോയത് നെതർലാൻഡ്സിലാണ്. പക്ഷെ നെതർലാൻഡ്സിന്റെ ലാസ്റ്റ് പറയാം ഡച്ച്. നെതർലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ അമ്മുമ്മ ചമ്മന്തി കഴിക്കാൻ പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ പോപ്പിനെ കുർബാന എല്ലാം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയും പോലെ. അതെ, അതിനേക്കാളും വലുതാണ് പോപ്പിനെ കുർബാന എല്ലാം. അപ്പോ പിന്നെ അതുപോലെ സ്വീഡനെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ ഫസ്റ്റ് കോർപ്പറേറ്റ് ഈസ്റ്റ് ഡച്ച് ഇന്ത്യ നെതർലാൻഡ്സിന്റെ അവരെ പണിഞ്ഞാണ് ഈ പിടിച്ചടക്കിയത് നമ്മുടെ ഇന്ത്യയിൽ വന്നതൊക്കെ. അപ്പൊ അവരുടെ പാരമ്പര്യം അതാണ് ഭയങ്കര. പിന്നെ ഇംഗ്ലണ്ടും ഈ നെതർലാൻഡ്സും ഇന്ത്യയും പാകിസ്ഥാൻ പോലെയാണ്. കാണുമ്പോൾ സ്നേഹത്തെ കെട്ടിപ്പിടിക്കാൻ ഇവര് തമ്മിൽ ഭയങ്കര ഉടക്കും അട്ടാസം അസൂയ. ബ്രിട്ടീഷുകാർ ഭയങ്കര അസൂയാണ് ഡച്ചുകാരോട്. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ ഡച്ചുകാരെ കളിയാകും. ഉദാഹരണം ഡച്ച് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ തവളയാണ്. ഡച്ച് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ ഡച്ചുകാരെ കളിയായതുകൊണ്ട് ഇവരുടെ ഒരു ഫ്രൈസാണ് ഡച്ച് നൈറ്റിംഗേൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രമാണ് നെതർലാൻഡ്സ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ഇസ്രായേൽ. പക്ഷെ അവരുടെ വയലൻസ് ഇതില്ല, മിലിറ്ററി ഇല്ല. ഇസ്രായേൽ മൈനസ് നെതർലാൻഡ്സ് അല്ല, ഇസ്രായേൽ മൈനസ് മിലിറ്ററി ഈസ് നെതർലാൻഡ്സ്. കാരണം ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ചെറിയ രാഷ്ട്രമാണ്. നമ്മുടെ കുട്ടനാട് അവരല്ലേ പണിഞ്ഞത്. കുട്ടനാട് ടെക്നോളജി നെതർലാൻഡ്സിന്റെ സഹായത്തോടെ എല്ലാം പണി ചെയ്തത്. നീണ്ടകര നോർവേ. കുട്ടനാട് ലോ ലൈൻ ഏരിയയില്ലേ, അവിടെ വെള്ളം കയറുന്നത്. അതിനെ ഇങ്ങനെ താന്നത്, അതിനെ ഇങ്ങനെ ആക്കിയെടുത്ത ഡച്ച് ടെക്നോളജിയാണ്. നെതർലാൻഡ്സ് ആണ് നമ്മളെ സഹായിച്ചത്. പിന്നെ നെതർലാൻഡ്സുമായിട്ട് നമ്മളെ വലിയ അടുപ്പമൊന്നുമില്ല. അവരാണ് അത് സഹായിച്ചത്. അപ്പൊ നെതർലാൻഡ്സിൽ പോയി ഇന്ത്യ മോഡിജി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെതർലാൻഡ്സ് പിന്നെ ഇപ്പൊ മോഡിജി അവിടെ പോയി ചെയ്യാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സൂപ്പർ പവർ ആവണമെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നു. അതാണ് ഞാൻ പറയാൻ പോണത്. ഈ സൂപ്പർ പവർ ആണെങ്കിൽ ഫോൺ, മിസൈൽ, TV, വാഷിംഗ് മെഷീൻ എന്ന് പറയേണ്ട യു നെയിം ഇറ്റ്, ഇപ്പോഴുള്ള സകല ടെക്നോളജിയുടെ അമ്മയാണ് സെമി കണ്ടക്ടർ ചിപ്സ്. സെമി കണ്ടക്ടർ ചിപ്സ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇല്ലെങ്കിൽ 1950 നമ്മളൊക്കെ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള 1950 യുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അതായത് മിസൈൽ ഓടണമെങ്കിൽ ഇത് വേണം. എന്തിനു പറയുന്നത്, കാറില്ലേ, നമ്മുടെ കാറ് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാർ 1400 ചിപ്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എന്റെ മൊബൈലിൽ മിനിമം 30 ചിപ്പാണ്. ഈ ചിപ്പ് ഇല്ലെങ്കിൽ, സെമി കണ്ടക്ടർ ചിപ്പ് ഇല്ലെങ്കിൽ ഇതൊന്നും ബാക്കിയില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ നമ്മൾ ഇന്ത്യ ചെയ്യുന്ന, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ സെമി കണ്ടക്ടർ ചിപ്സിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ 0.1% ആണ് ലോകത്തിൽ. അതാണ് ആലോചിക്കുന്നത്. എന്ത് ഭീകരാവസ്ഥയാണ്. അപ്പൊ ഈ എല്ലാ ആവശ്യത്തിനും ചിപ്പ് ഇറക്കുമതി ചെയ്യുന്നു. നമ്മള് തൈവാൻ ഉണ്ട്, ചൈനയുടെ ശത്രു തൈവാന്റെ നമ്മൾ കൂടുതൽ, സൗത്ത് കൊറിയയിൽ തൈവാനാണ് നമുക്ക്. പക്ഷെ എത്ര നാളെ തൈവാൻ തരില്ല എന്ന് പറഞ്ഞ് തീർന്നില്ല ഇന്ത്യയുടെ കാര്യം. നമ്മൾ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും? ബ്രഹ്മോസും മറ്റതും മറിച്ചതും ഒക്കെ എങ്ങനെ വിടും? MIRV മറ്റേ അഗ്നിയിൽ ഫോണ് ഒന്നും വർക്ക് ചെയ്യില്ല, ATM വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. 1950 ടെക്നോളജിയിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇതൊരു
ഭയങ്കര സംഭവമാണ് ഈ സെമി കണ്ടക്ടർ ചിപ്സ്. USA-ക്ക് 10% ഉള്ളൂ അതിന്റെ പ്രൊഡക്ഷൻ. ആലോചിച്ച് നോക്കണം. തൈവാൻ 65%, about 65%. കൊറിയ about 20% 25% മറ്റാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്താണ്. അപ്പൊ ഈ ചിപ്സ് ഇറക്കുമതി ചെയ്യുന്നതിനല്ല മോഡിജി അവിടെ പോയത്. മോഡിജി പോയത് ഇവരെല്ലാം ഞെട്ടിയിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തിനകത്ത് ഈ 0.1% നമ്മൾ ചിപ്പ് ഉണ്ടാക്കുന്ന രാഷ്ട്രമായിട്ട് നമ്മൾ 5 to 10% ഒരു ഭയങ്കര ലീപ്പാണ്. ഒറ്റയടിക്ക് ചാട്ടമാണ്, കുതിച്ച് ചാട്ടമാണ്. അതായത് 0.1% നമ്മൾ 5 to 10%ലേക്ക്, അതായത് ഇപ്പൊ USA അങ്ങനെ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ലിത്തോഗ്രാഫി ഇത് നേരത്തെ സംഭവം എന്ന് പറഞ്ഞു. ഞാനിത് അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജയശങ്കർ സാറ് ഒരു 6 മാസം മുമ്പ് ചൈനയിൽ പോയിട്ട് നേരെ വണ്ടി ഫ്ലൈറ്റ് വെച്ച് പിടിച്ച് നെതർലൻഡ്സ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഇത് ശ്രദ്ധിക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ. ഇദ്ദേഹം നെതർലൻഡ്സ് പോയി ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പൂച്ച മീൻകിടന്ന് കാണുമ്പോ വലിയ കഷ്ണം അടിച്ചോണ്ട് പോകാനാണെന്ന് പറഞ്ഞു നമ്മൾ പറയും പോലെ എന്തോ കാര്യത്തിനാണത്. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒപ്പിടാനാണ് മോഡിജി. MOU അല്ല, അതിന്റെ സംഗതി സെയില് കരാർ. അതായത് എന്തോന്നറിയാം, ഈ ASML എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ ഒറ്റ, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നെതർലൻഡ്സ് ഇസ്രായേൽ ആണെന്ന് ഞാൻ പറയാൻ കാര്യം. ആ ഒറ്റ കമ്പനിയാണ് ഈ സെമി കണ്ടക്ടർ ചിപ്സ് പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്ററാണ്. പ്രിന്റർ ഉണ്ടാക്കുന്ന ഏക കമ്പനി ലോകത്തില്. അമേരിക്കക്കില്ല, തൈവാനില്ല. അവരെല്ലാം ഈ ASML-ന്റെ ടെക്നോളജി വെച്ചിട്ട് ASML-ന്റെ പ്രിന്റർ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രിന്റർ വാങ്ങിക്കാനാണ് പോയത്. ഈ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിന്റെ അത്രയും, ഡബിൾ ഡെക്കറിന്റെ അത്രയുണ്ട്. 150 ടണ്ണാണ് അതിന്റെ വെയിറ്റ് ആ പ്രിന്ററിന്. പിന്നെ ഈ $200 million 200 million into 100 എത്രയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഡോളേഴ്സ് ആണ് ഒരു ഇതിന്റെ സംഗതിക്ക്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ ഇത് ഇല്ലാതെ തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കടം വാങ്ങിച്ച് ഇമ്പോർട്ട് ചെയ്ത് അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയാലും നമ്മൾ ചിപ്സ് പ്രൊഡ്യൂസ് ചിപ്സ് മാനുഫാക്ചറിങ് അതിനകത്തും നമ്മൾ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ ചിപ്പിന്റെ വലിപ്പം 25 to 28 നാനോമീറ്റർ ഉള്ള ചിപ്പാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഇനി മറ്റേ ഹൈപ്പർസോണിക് മിസൈലിലൊക്കെ വെക്കുന്നത് 3 to 4 നാനോമീറ്റർ ചിപ്സ് പ്രിന്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കരാർ ഒപ്പിട്ടിട്ടില്ല. അത് പക്ഷെ അതിനേക്കാളും പ്രധാനം ഹൈപ്പർസോണിക്കിൽ അത്യാവശ്യം തൈവാൻ്റെ എന്നൊക്കെ നമുക്ക് വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും പുറകെ വരും. പക്ഷേ ഇത് അടുത്ത നെക്സ്റ്റ് 5 years നമ്മളെ ഇന്ന് ചിപ്പ് വാങ്ങിക്കാൻ തുടങ്ങും മറ്റുള്ളവർ. അത് നെതർലാൻഡ്സ് സാധാരണഗതിയിൽ കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ പ്രശാന്ത്? അപ്പൊ അവര് നമുക്ക് തരുമെങ്കിൽ അത് എന്ത് ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ വിജയം തന്നെയാണ്. നമ്മുടെ വിജയം, അവരുടെ ഒരു ബെനവലൻസ്, ബെനവലൻസ്. അവര് they are so kind. ഇന്ത്യക്ക് അവർ അത്രയും വില നൽകുന്നു. ആ പ്രിന്റർ വരുന്നതോടെ ഇതാണ് ഒരു പാരാമീറ്റർ. ഈ ചിപ്പ് ഞാൻ വലിയ സൂപ്പർ, തനിക്ക് ഒരു ചിപ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞ 6 പാരാമീറ്റർ. ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഒപ്പിടാനാണ് അദ്ദേഹം അവിടെ പോയത്. അത് വാങ്ങി കഴിഞ്ഞു. അത് മാത്രമല്ല, അവരെ ട്രെയിനിങ്, നമ്മളെ എഞ്ചിനീയേഴ്സിനെ അവർ ട്രെയിൻ ചെയ്യും എങ്ങനെയാണ് പ്രിന്റ് ചെയ്യണം. ഇത് ചുമ്മാ എങ്ങനെയാണ് ചിപ്പ് ആ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആ മെഷീൻ എനിക്ക് എനിക്കൊരു സാധനം വെളിയിൽ നിന്ന് ഒരാൾ അയച്ചല്ല, എനിക്ക് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ. സൂര്യന്റെ പ്ലാസ്മ ഉണ്ടല്ലോ, പ്ലാസ്മ അത് കത്തുന്ന എത്രയോ ലക്ഷം ഡിഗ്രിയാണ്. എനിക്ക് എത്രയും അതിന്റെ 40 ടൈംസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 40 ടൈംസ് ടെമ്പറേച്ചറിലാണ്
ഈ പ്രിന്റ് വാഫർ WAFFER ഈ വാഫർ സിലിക്കോൺ വാഫറിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഈ ചിപ്പ് സിലിക്കോൺ വാഫർ വേണമെങ്കിൽ ഇത് വേണം, ഗ്യാസ് വേണം. നമ്മുടെ ഇത് CNG ഉണ്ടെങ്കിൽ, പെട്രോളിയത്തിന്റെ CNG ഉണ്ടെങ്കിൽ വാഫർ, അതാണ് പറയുന്ന ഈ ന്യൂക്ലിയർ ഈ സെമി കണ്ടക്ടർ ഇതിനകത്ത് ഈ ഇവർക്ക് പെട്രോളിയം പ്രോഡക്റ്റിന് വലിയൊരു സേ ഉണ്ടെന്നാണ്. അപ്പൊ ആ ഗ്യാസിലാണ് CNGയിലാണ് ഈ സിലിക്കോൺ വാഫറില് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് സിലിക്കോൺ വാഫർ. ഈ സിലിക്കോൺ വാഫറിലാണ് ഈ ഇത് ചിപ്പ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മള് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ടെക്നോളജി. അപ്പൊ ഈ പ്ലാസ്മയുടെ 40 ഇരട്ടി ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്താൽ EUV ലൈറ്റ് എന്നാണ് മറ്റാണ് പറയുന്നത്. EUV ലൈറ്റ്, ആ ലൈറ്റ് അത്രയും ടെമ്പറേച്ചർ ഉണ്ട്. അത് ഒരു കൺട്രോൾഡ് മാനറിലാണ്, അല്ലെങ്കിൽ എല്ലാം കത്തിപ്പോകില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, സൂര്യനേക്കാളും 40 ഇരട്ടി ചൂടിലുള്ള ഒരു ലൈറ്റ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഈ സിലിക്കോൺ വാഫറില് ഇത് കൊടുത്ത് ആണ് ഈ സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ പറയാം, ലോകത്തിലെ 25% ചിപ്പിന്റെ ഡിസൈൻ തയ്യാറാക്കുന്ന ഇന്ത്യൻസ് ആണ്. ഡിസൈൻ, നോട്ട് പ്രിന്റിംഗ്. ആ ടെക്നോളജി നമ്മുടെ രൂപം കൊടുക്കുന്നത്. അപ്പൊ 25% ഒരു വലിയ തൈവാൻ ചെയ്യുമ്പോൾ USA-ക്കാളും വലിയ 25% നമ്മുടെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ രാജീവ് ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഈ ചിപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ എവിടെയോ വായിച്ചു. ചിപ്പ് ഡിസൈനേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ്. പക്ഷെ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാനുള്ള സാധനം മറ്റേ ASML-ന്റെ ടെക്നിക്. അപ്പൊ ASML-നും ടാറ്റയും കൂടെയാണ് കരാറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ ഒരു അതിഭയങ്കരമായ നമുക്ക് ഈ മോദിജിയുടെ സന്ദർശനം ഒരു ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുക. ബമ്പർ ലോട്ടറി എന്നൊന്നും പറഞ്ഞാൽ ശരി, വേറെ എന്തെങ്കിലും ബൊനാൻസാന്നോ അല്ലെങ്കിൽ മറ്റേ ഗൾഫിലൊക്കെ ദുബായിലൊക്കെ വലിയ ലോട്ടറി അടിക്കില്ല, അതേപോലത്തെ ലോട്ടറി എന്തെങ്കിലും പറഞ്ഞത്. ഇതോടെ അഗ്നി 6, പിന്നെ മറ്റേ ടാങ്ക് വേദ മിസൈല്, ഹെൽഫയർ മിസൈല്, പിന്നെ ഇത് സെമി കണ്ടക്ടർ ചിപ്സ്. അപ്പൊ ആയി കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സൂപ്പർ പവർ ആകാനുള്ള 6 പാരാമീറ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെമി കണ്ടക്ടർ പ്രൊഡക്ഷൻ, സെമി കണ്ടക്ടർ ചിപ്സ് പ്രൊഡക്ഷൻ, ചിപ്പ് പ്രിന്റിംഗ്, മാനുഫാക്ചർ ഓർ പ്രിന്റിംഗ്, നോട്ട് ഡിസൈനിങ്. ഡിസൈനിങ് ഇന്ത്യ വലിയൊരാളാണ്. അപ്പൊ അത് പ്രിന്റിംഗിലേക്ക് കൊണ്ടുവരണം. മെഷീൻ തരണം, നമുക്ക് തരണം. തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജയശങ്കർ സാർ അവിടെ പോയി എല്ലാം സംസാരിച്ച് എല്ലാം റെഡി. അപ്പൊ നെതർലാൻഡ്സിന് വേറെ എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ, അവർക്ക് ഒരു കുഞ്ഞു രാഷ്ട്രമല്ലേ, ഇവിടെ ഭയങ്കര ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ, മാർക്കറ്റ് അല്ലേ. അപ്പൊ നമ്മൾ അതിന് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര വിലയാണ്. 200 മില്യൺ ഒരു പ്രിന്ററിന്, $200 മില്യൺ ഒരെണ്ണത്തിന്. അപ്പം അതാണ് സംഗതി. എന്തായാലും സാർ, ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞല്ലേ, ബൊണാൻസയോ അല്ലെങ്കിൽ ഗൾഫ് ലോട്ടറിയോ, ദുബായിലെ ലോട്ടറി, അമേരിക്കയിലെ ലോട്ടറിയോ പോലെ. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഗുജറാത്തി വാണിജ്യ ബുദ്ധി, ഗുജറാത്തി കച്ചവടക്കാരൻ. അല്ല, ഞാന് ചെറുതായിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും നരേന്ദ്രമോദിജിയുടെ ടീം എന്ന് ഞാൻ പറയും. നരേന്ദ്രമോദിജിയുടെ ടീം എല്ലാവരും ഉണ്ട് അതിനകത്ത്. അജിൻ ഡോവൽ സാർ ഉണ്ട്, വൈഷ്ണവ് ഉണ്ട്, ജയശങ്കർ ജി ഉണ്ട്, നിർമ്മലാ സീതാരാമൻ ഉണ്ട്, മറ്റേ അപ്പൊ ഇങ്ങനെ 10 പേര് ആ ടീം, അവരുടെ ബീങ് ലെഡ് ബൈ നരേന്ദ്രമോദി മോദിജി. അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്തായാലും നമുക്ക് സന്തോഷിക്കാം. ഈ 6 രാഷ്ട്രങ്ങളിലെ സന്ദർശനം വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. ഭാവിയിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കും. വന്ദേ മാതരം.